ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനു വേണ്ടിയുള്ള തെരച്ചിലിനായി കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു. 60 അടി ആഴത്തിൽ പരിശോധന നടത്താൻ കഴിയുന്ന യന്ത്രമാണിത്. ദൗത്യമേഖലയിലേക്ക് എത്തിച്ച യന്ത്രത്തെ അല്പസമയത്തിനകം നദിയിലെ മൺകൂനയിലെ പരിശോധനയ്ക്കായി നിയോഗിക്കും. ഗംഗാവാലി നദിയിലെ മൺകൂനയ്ക്കുള്ളിൽ ലോഹവസ്തു കുടുങ്ങിയിട്ടുണ്ടെന്ന് ആർമിയും നേവിയും റഡാർ പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു. ഷിരൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമും അരുൺ പൂപ്പറമ്പയും ഷഫീദ് റാവുത്തറും വിവരങ്ങൾ നൽകും. ഹാഷ്മി, ഈ പടുകൂറ്റൻ യന്ത്രം അതിൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ടോ? ആ മൺകൂനയുടെ അടുത്തേക്ക് യന്ത്രത്തെ എത്തിച്ച് അല്ലെങ്കിൽ കരയിൽ നിന്ന് യന്ത്രക്കൈകൾ ഉപയോഗിച്ച് ആ മണ്ണ് മാറ്റുക എന്ന പ്രധാന ദൗത്യം എപ്പോൾ തുടങ്ങും? വിജയകുമാർ, ഈ യന്ത്രം ഇവിടെ എത്തിയിട്ടുണ്ട്, അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ അതിന്റെ യന്ത്രക്കൈ അതിന്റെ നദിയോട് ചേർന്ന ഭാഗത്ത് ആഴത്തിലേക്ക് പോവുകയാണ്. വിജയകുമാർ, നമ്മൾ കരുതിയിരുന്ന മട്ടിൽ ഈ നദിയുടെ നടുക്കുള്ള ആ വലിയ മൺകൂന വരെ എന്തായാലും ഇതിന്റെ യന്ത്രക്കൈ എത്താനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെ ഇവിടുത്തെ കാര്യം പറയുന്നത്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ മാത്രമല്ല അത് അത്രയും ദൂരമാണ്. അത്രയും ദൂരത്തേക്ക് ഇതിന്റെ യന്ത്രക്കൈക്ക് എന്തായാലും നീളമുണ്ടാവാൻ ഇടയില്ല വിജയകുമാർ. അത് ഈ നടുക്ക് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു വലിയ മൺകൂനയുണ്ട്. ആ മൺകൂനയ്ക്കടുത്തായാണ് ഈ റഡാറിന്റെയും സോണാറിന്റെയും ഒരു സിഗ്നൽ കണ്ടെത്തിയത്. ആ മൺകൂന പരിശോധിക്കുക എന്നുള്ളതാണ് അതിപ്രധാനം. പക്ഷേ നമ്മൾ ഇവിടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ യന്ത്രക്കൈ ഉപയോഗിച്ചുള്ള ഇതിന്റെ വലിയ പരിശോധന ഈ പുഴയുടെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആഴത്തിൽ അങ്ങ് താഴേക്ക് പോവുകയാണ്. ഈ യന്ത്രക്കൈ അതിന്റെ ആ കരയോട് ചേർന്ന ഭാഗങ്ങളിൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങുകയാണ്. അതല്ലാതെ നീണ്ടുവന്ന് ഈ മൺകൂനയിലെ സമീപിക്കുന്നില്ല. മൺകൂനയിലെ അത്രയ്ക്ക് എത്തുകയുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ യന്ത്രം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ യന്ത്രത്തിന് ആദ്യഘട്ടത്തിൽ അതിന് മുന്നോട്ടൊക്കെ നീങ്ങാൻ മറ്റ് ചെറു JCB ഉപയോഗിച്ചിട്ട് വഴിയൊരുക്കുന്ന നമ്മൾ കണ്ടു. അതിനുശേഷം അത് ഈ പുഴയിൽ ഈ ലക്ഷ്മണന്റെ കടയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന പരിശോധന തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കരുതിയിരുന്നത് പോലെ ഏതാണ്ട് 40 മീറ്റർ കരയിൽ നിന്ന് 40 മീറ്റർ അകലെയുള്ള ആ മൺകൂനകൾക്കുള്ളിലാണ് 2 സിഗ്നലുകൾ ലഭിച്ചത്. അത് നേവിക്കും ആർമിക്കും ആ സിഗ്നലുകൾ കിട്ടിയിരുന്നു. അവിടേക്ക് ഈ യന്ത്രക്കൈകൾ ഇറങ്ങി പരിശോധന നടത്തുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അത്രത്തോളം ദീർഘമായി പരിശോധന നടത്താൻ, അത്രയും ദൂരേക്ക് പരിശോധന നടത്താൻ പറ്റുന്ന സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, ഈ പരിശോധന നമ്മൾ കരുതിയതുപോലെ ആ യന്ത്രക്കൈകൾക്ക് മൺകൂനയ്ക്കുള്ളിലേക്ക് കടന്ന് പരിശോധന നടത്താൻ കഴിയുന്ന സാഹചര്യമില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്ലാൻ ബി ഉണ്ടോ? മറ്റ് സാധ്യതകളുണ്ടോ? വിജയകുമാർ, അതിൽ നിലവിലൊരു അനിശ്ചിതത്വം തുടരുകയാണ്. അവിടെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ യന്ത്രക്കൈകൾ അതായത് നമ്മൾ ഈ റഡാറിൻ്റെയും സോണാറിൻ്റെയും പരിശോധനയിൽ ലഭിച്ചിട്ടുള്ള സിഗ്നലുകൾ ഉള്ള മൺകൂനക്കടുത്തേക്ക് നിലവിൽ എത്തിയിട്ടില്ല. അത് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കുറച്ച് പ്രായോഗികമല്ല എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അവിടെ ഉള്ളവർ അങ്ങനെയാണ്, രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ അങ്ങനെയാണ് നമുക്ക് നിലവിൽ വിവരം നൽകുന്നത്. എന്തായാലും അത് പൂർണ്ണമായി നമുക്കങ്ങനെ സ്ഥിരീകരിക്കാൻ കഴിയില്ല. നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അവിടെ ഈ സംവിധാനം അവിടെ എത്തിക്കുകയും അതിനുശേഷം വളരെ നമുക്കറിയുന്നത് പോലെ ഈ പുഴയോട് ചേർന്ന ഒരു മൺകൂമ്പാരമുണ്ട്. അതിനോട് ചേർത്ത് തന്നെയാണ് ഇതിനെ അവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ അടുത്തത് ഇതിൻ്റെ ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷന് വേണ്ടി നടത്തി ഇതിൻ്റെ ദീർഘമേറിയ കൈ ആ പുഴയിലേക്ക് താഴ്ത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് ഈ വലിയ കൂമ്പാരം അതിനേക്കാൾ കുറച്ചും കൂടി അകലെയാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ എന്തായാലും മനസ്സിലാക്കുന്നത്. ഒരു അല്പസമയത്തിന് കൂടി അതുമായി ബന്ധപ്പെട്ട് അവിടെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നവരും അവിടുത്തെ ഉദ്യോഗസ്ഥരും തമ്മിൽ ചില ചർച്ചകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം അതങ്ങനെ സാധ്യമാവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലെ ആ സംവിധാനം ഉപയോഗിച്ച് ഈ മൺകൂമ്പാരത്തിൽ പരിശോധന നടത്താൻ സാധിക്കാതെ വരികയോ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അല്പസമയത്തിന് ഉണ്ടാകും. നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് നിലവിൽ ഈ സംവിധാനം ഓപ്പറേറ്റ് ചെയ്യുന്ന എക്സ്കവേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രതിനിധികളും
അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരും തമ്മിൽ അവർ അവിടെ നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്തായാലും ഈ മണ്ണിൽ മൺകൂമ്പാരത്തിൽ ഈ ദീർഘമേറിയ ഇതിൻ്റെ ഈ മണ്ണുമാന്ത്രി യന്ത്രത്തിൻ്റെ കൈകൾ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിലിപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. നമ്മളേറെ പ്രതീക്ഷയോടെയാണ്, കാരണം ആ സിഗ്നൽ ലഭിച്ചെടുത്ത് 60 അടി താഴ്ചയിൽ ഇതിന് പരിശോധന നടത്താൻ സാധിക്കുമെങ്കിൽ അത് ഇനിയുള്ള മണിക്കൂറുകളിലേറെ നിർണായകമാകും എന്ന് നമ്മൾ കരുതിയതാണ്. അപ്പോൾ നിലവിലാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അതിൽ അല്പം കൂടി ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട്. എന്നാൽ അല്പസമയത്ത് നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല, അല്പസമയത്തിനകം അതിൽ കൂടുതൽ അപ്ഡേഷൻ നമുക്ക് ലഭിക്കും. എന്താണ് നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. വിജയകുമാർ. അരുണ തുടരുക. ഒരിക്കൽ കൂടി ഹാഷ്മിയിലേക്ക്. ഹാഷ്മി, ഇതിപ്പോൾ ഇനി എന്തായിരിക്കും അവർക്ക് ചെയ്യാൻ കഴിയുക എന്ന ചോദ്യത്തിന് ഒരു മറുപടി കിട്ടുമോ? ഇപ്പോൾ നമ്മൾ കരുതിയിരുന്നത് സുഗമമായി ഈ യന്ത്രത്തിന് ആ മൺകൂന തിരയാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ അത്തരം ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അങ്ങനെ വെള്ളത്തിലേക്കൊക്കെ കുറച്ചൊക്കെ ഇറങ്ങി ഈ ജോലി ചെയ്യുന്നതാണ് ഈ മെഷീൻ. പക്ഷേ വലിയ അടിയൊഴുക്കുള്ള നല്ല ആഴമുള്ള ആ പുഴയുടെ ഭാഗത്തേക്ക് എന്തായാലും ആ യന്ത്രഭാഗത്തിന് ഇറക്കി നിർത്താൻ കഴിയില്ല. അപ്പോൾ കരയിൽ നിന്നുള്ള ഓപ്പറേഷനെ സാധ്യമാകും അവിടുത്തെ ഭൂമിശാസ്ത്രമൊക്കെ പരിശോധിക്കുമ്പോൾ. ഇനി എന്ത് ചെയ്യാൻ കഴിയും? അതിലെന്തെങ്കിലും ഒരു പ്ലാൻ ബി ഉണ്ടോ? ഞാൻ നേരത്തെ അരുണിനോടും അത് തന്നെയാണ് ചോദിച്ചത്. അല്ലെ വിജയകുമാർ, നമുക്ക് ഈ യന്ത്രത്തെക്കുറിച്ച് സംവിധാനത്തെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ നേർക്കുനേർ നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ച മാത്രം നമ്മൾ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതെന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങൽ വിജയകുമാർ പ്രാക്ടിക്കൽ അല്ല. കാര്യം അത്രത്തോളം ആഴത്തിൽ എന്ന് പറഞ്ഞാൽ കരയോട് ചേർന്ന് അല്ലെങ്കിൽ കുറച്ചു ഭാഗം അങ്ങോട്ടേക്ക് പോകാൻ തരത്തിലല്ല ഈ പുഴയുള്ളത്. കരയോട് ചേർന്ന് 10-30 അടി ആഴത്തിൽ താഴ്ചയാണ്, ആഴമാണ്. അപ്പൊ അങ്ങോട്ടേക്ക് എന്തായാലും വെള്ളത്തിലേക്ക് യന്ത്രം ഇറങ്ങൽ പ്രാക്ടിക്കലേ അല്ല. അതല്ലാതെ ഈ മൺകൂനയ്ക്കടുത്തേക്ക് എങ്ങനെയാണ് യന്ത്രം കൊണ്ടുപോകുന്ന ഒറ്റ നോട്ടത്തിൽ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ഇനി അതിന്റെ പ്രാഗൽഭ്യമുള്ളവർ ഒരു പക്ഷെ പറഞ്ഞാൽ അറിയുമായിരിക്കും. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. അതിന് യന്ത്രക്കൈകളുണ്ട്. ആ യന്ത്രക്കൈകൾ അത് നീട്ടുന്നുണ്ട്. അത് നീട്ടി അത് പുഴയുടെ കരയോട് ചേർന്ന് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുകൂടി പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ് കേട്ടോ രക്ഷാ ദൗത്യ സംഘം. എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്മണന്റെ ആ കടയുടെ താഴെ ഒരു പാടമുണ്ടായിരുന്നു. ആ പാടത്ത് 10 അടി മുകളിൽ മണ്ണ് കിടപ്പുണ്ട്. അവിടെ കൂടെ പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ്. അപ്പൊ അവിടെ ആ ഭാഗത്തേക്ക് ഇത് യന്ത്രക്കൈ ഒരാവർത്തി താഴേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നതിലും അധികം ആഴത്തിലേക്ക് ഇതിന് യന്ത്രക്കൈ താഴേക്ക് പോകും നമ്മൾ കണ്ടു. അതൊരു പക്ഷെ 60 അടി ആഴം എന്നുള്ളതാകും ഉദ്ദേശം എന്നറിയില്ല. അതല്ലാതെ ഇതിന് യന്ത്രക്കൈകൾക്ക് കുറച്ചുകൂടി പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്ത് ഈ മൺകൂനയ്ക്ക് അത്രയും നീളത്തിലേക്ക് എത്താനുള്ള നീളമുണ്ടോ എന്നുള്ള കാര്യം അല്പസമയത്തിന് മാറിയിട്ടുണ്ട്. പക്ഷെ നിലവിൽ ഇത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ യന്ത്രക്കൈ അതിന്റെ ആദ്യ ഉയർച്ചയിൽ നമുക്ക് മൺകൂനയ്ക്ക് അടുത്തെങ്ങുമേ എത്തുന്നില്ല. അതിന്റെ സമീപത്ത് പോലും എത്തുന്നില്ല. അതിന്റെ കരയിൽ നിന്ന് ഒരുപാട് ആഴത്തിലേക്ക് പോകാനുള്ള കെൽപ്പ് ഉള്ള കഴിവ് അതിനുണ്ട്. ഇപ്പോൾ തന്നെയാണ് നേരത്തെ ഈ നേവിയുടെ ഈ യന്ത്ര സംവിധാനം വന്നതിന് ശേഷം നേവി ഡിങ്കി ബോട്ടുകൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. യന്ത്ര സംവിധാനം വന്ന് ഈ കരയിലെ 1-2 പ്രവർത്തനം കഴിഞ്ഞ ശേഷം നേവിയുടെ 2 ഡിങ്കി ബോട്ടുകൾ ഈ പറയുന്ന ഈ പറയുന്ന മൺകൂനയ്ക്കടുത്തേക്ക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് മറ്റെന്തെങ്കിലും അറേഞ്ച്മെന്റിന് വേണ്ടി പോകുന്നതാണോ എന്ന് അറിയില്ല. വിജയകുമാർ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഒരുപാട് ആഴ്ചയിലേക്ക് ഇതിന് പോകാൻ കഴിയും. പക്ഷേ ഈ അവിടെ നിന്ന് കരയിൽ നിന്നുകൊണ്ട് ഈ മൺകൂന അത്യാവശ്യം നല്ല എന്ന് പറഞ്ഞാൽ ഈ പുഴയുടെ ഒത്ത നടുക്കായിട്ടാണ് മൺകൂന. ഒരു പക്ഷേ ഇതിന്റെ ഈ പുഴയുടെ മറുകരയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടുപ്പമുണ്ടായത് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ യന്ത്ര സംവിധാനം നിൽക്കുന്ന ആ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മൺകൂനയിലേക്ക് പുഴയുടെ ഒത്ത നടുക്കായിട്ടാണ്. ആ മൺകൂന വരെ നീളാനുള്ള കൈ എന്തായാലും ഈ യന്ത്ര സംവിധാനത്തിനില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് മൺകൂനയിലേക്ക് ഇത് ഉപയോഗിച്ച് പരിശോധന നടത്താമെന്ന് ഇനിയും വ്യക്തമല്ല. വിജയകുമാർ, നമ്മൾ അപ്പോഴും പറയുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് ഈ യന്ത്ര സംവിധാനത്തെ കുറിച്ച് അതിന്റെ എക്സ്പെർട്ടൈസിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും ധാരാളമായി അറിയില്ല. കാർവാർ MLA അതിനെപ്പറ്റി അങ്ങനെ വിശദമായി പറഞ്ഞിട്ടുമില്ല. ഇതിന്റെ സാങ്കേതിക വിദഗ്ധർക്കാകണം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുക. എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നവരോടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മുക്കത്തെ മുങ്ങി ഡൈവർ സംഘമൊക്കെ ഇവിടെയുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എന്തായാലും അതിന്റെ ആ നീളം കൈ അവിടം വരെ എത്താനുള്ള ഇടയില്ല എന്നാണ് അവരും പറയുന്നത്. നമ്മുടെ ഒരു കാഴ്ചയുടെ പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടി അവരോട് ചോദിച്ചിരുന്നു. പക്ഷേ ഈ നീളം കൈ എന്തായാലും അവിടം വരെ എത്താൻ ഇടയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇനി നമ്മുടെ പ്രൈം ടാർഗറ്റ് ഉറപ്പായും സൂചികുമാർ ആ നടുക്ക് കാണുന്ന വലിയ ഒരാൾ പൊക്കത്ത് നിൽക്കുന്ന ആ ചെറു ദ്വീപ് തന്നെയാണ്. ആ ദ്വീപിലാണ് നമ്മൾ ഈ പറയുന്ന 40 മീറ്റർ അകലെ ഈ സോണാർ റഡാർ സിഗ്നൽ കണ്ടെത്തിയത്. അപ്പോ അങ്ങോട്ടേക്ക് യന്ത്രക്കൈകൾ എത്തുന്നില്ലെങ്കിൽ എന്താണ് ഒരു പ്ലാൻ ബി എന്ന് ഇപ്പോഴും വ്യക്തമല്ല. 60 അടി നീളം 60 അടി താഴ്ച എന്നുള്ളതാണോ കാർവാർ MLA ഉദ്ദേശം നമുക്ക് വ്യക്തമല്ല. 60 അടി താഴ്ച ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് ശരിയാണ്. അത് കൂടുതൽ താഴത്തേക്ക് പോകാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അതിന്റെ കരയിൽ നിന്നത്
അത് താഴേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. അത് കൂടുതൽ ആഴത്തിൽ താഴേക്ക് പോകുന്നുണ്ട്. അതിനുള്ള സംവിധാനം അതുണ്ട്. ഇനി അവിടുത്തെ പരിശോധന കഴിയുമ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് നമ്മൾ ചില യന്ത്ര സാമഗ്രികൾ കാണുന്ന മട്ടിൽ ഇതിനകത്തുള്ള ഷാഫ്റ്റ് മുഖാന്തരമോ മറ്റോ കൂടുതൽ നീളത്തിൽ മുന്നോട്ടേക്ക് പോയി ഈ ദ്വീപിലേക്ക് എത്തുമോ ഇനി വരും മണിക്കൂറുകൾ എന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ നിലവിൽ ഒറ്റക്കാഴ്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ യന്ത്ര സംവിധാനത്തിന്റെ യന്ത്ര കൈകൾക്ക് നദിയുടെ ഒപ്പനടുക്ക് കാണുന്ന ഈ ദ്വീപിലേക്ക് എത്താനുള്ള അത്രയും നീളം എന്തായാലും ഇല്ല എന്നുള്ളതാണ്. അത് ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 40-45 അടി നീളം അല്ലെങ്കിൽ ദൂരം വീതി ഈ കരയും ഈ ദ്വീപും തമ്മിലുണ്ട്. എന്തായാലും അത്രയും നീളം ഇവിടെ നോക്കിയാൽ അത് ഇമ്പോസിബിൾ എന്നേ നമുക്ക് ഇപ്പോൾ തോന്നുന്നുള്ളൂ. എന്തായാലും അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അത് പ്രവർത്തനം തുടങ്ങുന്ന ആ പ്രവർത്തനം അതിന്റെ കരയോട് കേന്ദ്രീകരിച്ചാണ് അതിന്റെ വലിയ ബക്കറ്റ് പോലെയുള്ള യന്ത്ര ബക്കറ്റ് ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നത്. അതിങ്ങനെ ആഴത്തിൽ നിന്ന് മണ്ണിങ്ങനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരുന്നൊക്കെ ഉണ്ട് വിജയകുമാർ. പക്ഷേ അത് ഹാഷ്മി ഒരു പക്ഷേ അതിൽ ഇപ്പോൾ ആ പുഴയോരത്ത് തെരച്ചിൽ മണ്ണ് മാറ്റുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വേണമെങ്കിൽ അതിന് സുഗമമായി കുറച്ചുകൂടി താഴേക്കിറങ്ങി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാകാം എന്നതൊരു സംശയമായി നമുക്ക് വേണമെങ്കിൽ ഉന്നയിക്കാം. അതല്ല, ഈ പുഴയോരത്തുകൂടി തെരച്ചിൽ നടത്തണമെന്ന് കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഈ ലോറി നിരങ്ങി നീങ്ങിയിട്ടുണ്ട്, ദൂരോട്ട് പോകാതെ ആ ഭാഗത്തെ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടാകാം എന്ന മട്ടിൽ ചില സാധ്യതകളെ പറ്റി പറഞ്ഞിരുന്നു. ഇനി അങ്ങനെ ഒരു തെരച്ചിലാകാം അവിടെ നടത്തുന്നത്. ഈ രണ്ടു സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും അടുത്ത 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹെവി മെഷീനറി അവിടെ ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ സംബന്ധിച്ചുള്ള കുറച്ചുകൂടി വ്യക്തതയാർന്ന വിവരങ്ങൾ കിട്ടും. അതിൻ്റെ ജോലി അവിടെ തുടങ്ങിയിട്ടുണ്ട്. പുഴയോരത്തെ മണ്ണ് നീക്കുന്നുണ്ട്. അത്തരം ഒരു പരിശോധന അവിടെ നടത്തുന്നുണ്ട്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അതിനൊപ്പം സമാന്തരമായി അവരുടെ ജോലി ചെയ്യുന്നുമുണ്ട്. പുഴയിലെ ഒഴുക്ക് ഒക്കെ ഉണ്ടെങ്കിലും സുഗമമായി പുഴയോരത്ത് തെരച്ചിൽ നടത്താൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു പ്ലാറ്റ്ഫോം ക്രമീകരിക്കുന്നതാകാം ആ മണ്ണുമാന്തി യന്ത്രം എന്ന് ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരമൊരു സൂചനയുണ്ട്. നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അടുത്ത ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ആ പ്രവർത്തനം നടത്തുക മെഷീൻ എന്നത്. ഒരിക്കൽ കൂടി അരുൺ പൂപ്പറമ്പയിലേക്ക്. അരുൺ, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ യന്ത്രസാമഗ്രി ഇന്ന് ബലഗാവിയിൽ നിന്ന് അവിടെ എത്തിച്ചത്. ഇന്ന് പുലർച്ചെ എത്തേണ്ടതായിരുന്നു. ഏതാണ്ട് ഒരു 12 മണി കഴിഞ്ഞപ്പോഴാണ് അവിടെ കൊണ്ടുവന്നത്. അതിൻ്റെ ജോലി തുടങ്ങിയിട്ടുമുണ്ട്. ഇന്നത്തെ രക്ഷാദൗത്യം എത്ര ക്രൂഷ്യലാണ് ഈ നമ്മളുടെ എൻഡയർ ഓപ്പറേഷൻ പരിശോധിക്കുമ്പോൾ? വിജയകുമാർ, ഏറെ നിർണായകമാണ്. ഇനിയുള്ള മണിക്കൂറുകളും നിർണായകമാണ്. നിലവിൽ ഈ യന്ത്ര സംവിധാനം അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴും നിലവിലിപ്പോൾ അതായത് ഈ വലിയ പുഴയോരത്തെ കൂമ്പാരത്തിന് തൊട്ടരികിലാണ് അതിൻ്റെ യന്ത്ര കൈ ഉള്ളത്. അവിടെ നിന്ന് അല്പം മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അല്പം കൂടി താഴോട്ട് അതിൻ്റെ ഒരു പൊസിഷൻ മാറ്റാൻ സാധിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഒരുപാട് ഈ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പുഴയുടെ ഒരു ആഴം ഘടനയൊക്കെ പരിശോധിച്ചാൽ അത് പ്രായോഗികമല്ല എന്നുകൂടി ഒരു വശമുണ്ട്. എന്നാൽ കുറച്ചുകൂടി അത് അടുക്കുന്നുണ്ട്. അടുത്ത് ഇതിൻ്റെ യന്ത്രക്കൈകൾ ഈ പുഴയിലേക്ക് കൂടി അവർ ആ രീതിയിൽ കൂടി അത് ചെയ്യുന്നുണ്ട്. എന്തായാലും അതിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് അല്പസമയത്തിനകമായിരിക്കും കൂടുതലതിലൊരു വ്യക്തത വരിക. നിലവിൽ ആഷ്മി സൂചിപ്പിച്ച പോലെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാഴ്ചയിൽ കണ്ടാൽ അത് ഒരിക്കലും ഈ പറയുന്നത് പോലെ ഈ 35-40 മീറ്റർ അകലെയുള്ള ഈ സിഗ്നൽ ലഭിച്ചിട്ടുള്ള നേവിയുടെയും കരസേനയുടെയും സിഗ്നൽ ലഭിച്ചിട്ടുള്ള ഈ കൂമ്പാരത്തിലേക്ക് ഇതിൻ്റെ യന്ത്രക്കൈകൾ എത്തുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ കരയിലും ഈ പുഴയിലും ഒരുപോലെ കുറച്ചുകൂടി ലാൻഡ് ചെയ്ത് ഇതിൻ്റെ യന്ത്രക്കൈ നീട്ടി ഈ പരിശോധന നടത്താനുള്ള സംവിധാനം അതിനുണ്ട് എന്ന തരത്തിലുള്ള അതിൻ്റെ ഓപ്പറേറ്റർമാരൊക്കെ ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പുഴയുടെ അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചാൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഇപ്പോൾ വിജയകുമാർ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ മലയാളി രക്ഷാപ്രവർത്തകരെല്ലാം ആവശ്യപ്പെട്ടതുപോലെ അതായത് ഈ പുഴയോട് ചേർന്ന മൺകൂമ്പാരത്തിലാണ്.
അതിന് തൊട്ട് താഴെയായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ യന്ത്രക്കായി അവർ മണ്ണ് നീക്കി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ അതിൻ്റെ ഒരു പൊസിഷൻ കൃത്യമായ ഒരു ലാൻഡ് ചെയ്ത് അതിനുശേഷം അടുത്ത നടപടിയിലേക്ക് കടക്കാനാണോ എന്ന തരത്തിൽ കൂടി ഒരു സംശയമുണ്ട്. എന്തായാലും നിലവിൽ അതിൻ്റെ പ്രവൃത്തി എന്തായാലും തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഓപ്പറേഷൻ എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം കൂടുതൽ അപ്ഡേഷനും അതുമായി ബന്ധപ്പെട്ട് അതിലൊരു വ്യക്തതയും കൂടി വരും. വിജയകുമാർ, 60 അടി വരെ ചെളി നീക്കി പരിശോധിക്കാൻ പറ്റുന്ന ഒരു യന്ത്രമാണ് അവിടെ എത്തിച്ചിരിക്കുന്നത്. ആ യന്ത്രത്തിൻ്റെ പ്രവർത്തനം നദിയുടെ ഓരത്ത്, നദീ തീരത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് നദിയുടെ ഏതാണ്ട് ഒരു മധ്യഭാഗത്തിനോട് ചേർന്ന് ഒരു 40 മീറ്റർ അകലെയുള്ള വലിയൊരു മൺകൂമ്പാരം, അതിൻ്റെ പരിസരത്തായിരുന്നു നാവികസേനയ്ക്കും ഇന്ത്യൻ ആർമിക്കും സിഗ്നലുകൾ ലഭിച്ചത്. ആ ഭാഗത്തെ പരിശോധനയ്ക്ക് ആ യന്ത്രസാമഗ്രി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഏറെ നിർണായകമാണ് ഈ വലിയ മെഷീൻ കൊണ്ടുവന്നുള്ള അവിടുത്തെ ഇന്നത്തെ ദൗത്യം. 9ാം ദിവസം അതൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ആ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നേപ്പാളിൽ ചെറുവിമാനം തകർന്നു വീണ് 18 പേർ മരിച്ചു. ശൗര്യ എയർലൈൻസിന്റെ വിമാനമാണ് തകർന്നു വീണത്. വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിനിടെയായിരുന്നു അപകടം. 19 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പൈലറ്റിനെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് വിവരം. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്താണ് അപകടത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന് പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വിമാനത്താവളം താൽക്കാലികമായി അടച്ചു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഇപ്പോൾ വിമാനാപകടവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് ഈ അപകടത്തിൽ 18 പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം ആയിരിക്കുന്നു. സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് നേപ്പാൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. 18 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിൽ എന്നാണ്. ഇയാളെ ഈ അപകടമുണ്ടായ വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് ഈ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ഇത് വിമാനത്തിന്റെ പൈലറ്റിനെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് രാവിലെ 11:13 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഈ കാഠ്മണ്ഡുവിൽ നിന്നും പൊക്രയിലേക്ക് പോവുകയായിരുന്ന വിമാനം റൺവേയിലൂടെ പറന്നുയർന്ന ഉടൻ തന്നെ തെന്നി നീങ്ങി നിലത്ത് തകർന്ന് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഈ വിമാനത്തിന് തീപിടിച്ചു. വിമാനത്തിൽ 17 യാത്രക്കാരും 2 ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഈ 17 യാത്രക്കാരിൽ 16 പേരും നേപ്പാൾ സ്വദേശികളാണ് എന്നും അതിലൊരു സ്ത്രീ ഉൾപ്പെടുന്നു എന്നുമാണ് വിമാന കമ്പനി ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട ഈ യാത്രക്കാരുടെ വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. വിമാന അപകടത്തിന്റെ കാരണം എന്ത് എന്നുള്ളത് വ്യക്തമല്ല. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി KP ശർമ്മ ഓലി അധികൃതരിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ, അപകടത്തിൽ 18 പേരാണ് മരിച്ചത്. പൈലറ്റിന് പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന് കാരണം എന്താണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. പ്രധാനമന്ത്രി നേരിട്ട് വിമാനത്താവളത്തിലേക്ക് വരുന്നുണ്ട്. അല്പസമയത്തിനകം ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ അവിടെ ഒന്ന് വരും. ത്രിഭുവൻ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാന റിപ്പോർട്ട്. ഷിരൂരിൽ റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ രക്ഷാദൗത്യത്തിന് ഉപയോഗിക്കുന്ന ആധുനിക GPR സംവിധാനത്തിന്റെ ചിത്രങ്ങൾ 24 ലഭിച്ചു. എയർലിഫ്റ്റ് ചെയ്താണ് ഈ മെഷീൻ ഷിരൂരിലെ ദൗത്യത്തിനായി എത്തിക്കുന്നത്. ആ ദൗത്യത്തിന് ഉപയോഗിക്കുന്ന ആ മെഷീൻ്റെ ദൃശ്യങ്ങളാണിത്. വീണ്ടും നമ്മൾ ഷിരൂരിലേക്ക് പോകുന്നു. അരുൺ പൂപ്പറമ്പ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രവർത്തനം ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ആ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? അത് നദീതീരത്തെ മൺതിട്ടകളിൽ പരിശോധന നടത്തുകയാണ്. ഇപ്പോഴും ആ ജോലി തന്നെയാണോ തുടരുന്നത്? ഏതാണ്ടൊരു 35-40 മീറ്റർ അകലെയുള്ള ആ വലിയ മൺകൂമ്പാരത്തിലേക്ക് എങ്ങനെ എത്തും എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? വിജയകുമാർ, അത് അവർ തീരുമാനിച്ചത് തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പുഴയോട് ചേർന്ന ആ മൺകൂമ്പാരത്തിൽ
അവരൊരു പരിശോധന നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് തന്നെയാണെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം മാത്രമേ ഈ ഒരു 40 മീറ്ററോളം അകലെയുള്ള നമുക്ക് സിഗ്നൽ ലഭിച്ചിട്ടുള്ള നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് അവരുടെ ഈ പരിശോധന നീളുകയുള്ളൂ. അപ്പോഴും അതിലൊരു വ്യക്തത കുറവുണ്ട്. ഇതിൻ്റെ ഈ യന്ത്രക്കൈ അത്രത്തോളം നീളുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. അപ്പോൾ അതിലൊരു സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുള്ളൂ. നിലവിൽ അവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഈ പുഴയോരത്തെ മൺകൂമ്പാരത്തിലുള്ള പരിശോധന തന്നെയാണ്. അവരത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ ഈ നമ്മുടെ മലയാളി രക്ഷാപ്രവർത്തകരൊക്കെ ആവശ്യപ്പെട്ടതുപോലെ അവിടെ കൂടി കുറച്ചുകൂടി ഈ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. MLA-യുടെ ഉൾപ്പെടെ അത്തരമൊരു നിർദ്ദേശവും അവർ ആദ്യഘട്ടത്തിൽ അവിടെ എത്തിച്ച് ഇതിൻ്റെ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അവരതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തിയ ശേഷമാണ് ദൗത്യ സംഘത്തോടു കൂടി ആലോചിച്ചതിന് ശേഷമാണ് ആദ്യം ഈ പുഴയോരത്തെ വലിയ മൺകൂമ്പാരത്തിന് അവിടെ ഒരു പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം മാത്രമേ ഈ നിലവിൽ നമുക്ക് അതായത് 40 മീറ്ററോളം അകലെയുള്ള ഈ കരസേനയുടെയും അതോടൊപ്പം തന്നെ നേവിയുടെയും ഈ സിഗ്നൽ ലഭിച്ചിട്ടുള്ള പോയിന്റിലേക്ക് വലിയ കൂമ്പാരത്തിലേക്ക് ഇതിൻ്റെ പരിശോധന എന്തായാലും നടത്തുകയുള്ളൂ. എന്തായാലും അതിൻ്റെ പ്രവർത്തനം എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട് എന്നുള്ളതാണ്. ഏറെ സമയമായി ഈ ഷിരൂരിൽ ഈ അപകട സ്ഥലത്ത് ഉൾപ്പെടെ ഈ മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പരിശോധന നടത്താൻ എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യവും കാലാവസ്ഥയും ഉണ്ട്. അല്പസമയത്തിനകം ഈ നിലവിലെ അവിടുത്തെ അതായത് കാലാവസ്ഥ നിലവിൽ അനുകൂലമാണ്. ഗംഗാവാലി നദിയിലെ ഏതാണ്ട് 40 മീറ്റർ അകലെയുള്ള ആ മൺകൂമ്പാരത്തിലേക്ക് ചെറു ദ്വീപായി അവിടെ രൂപപ്പെട്ടതാണ് ഈ മണ്ണടിഞ്ഞ്. അതിലേക്ക് പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ്. അതിൻ്റെ പുഴയുടെ ഓരത്തെ മൺകൂമ്പാരങ്ങളിലും തെരച്ചിൽ നടത്തുകയാണ്. ആ വലിയ മണ്ണുമാന്തി യന്ത്രം അതിൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഇന്നലെ ഒരു വ്യക്തതയുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് നേരത്തെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അവിടുത്തെ കഴവാർ MLA-യും പറഞ്ഞിരുന്നു. നമുക്ക് പ്രതീക്ഷിക്കാം അത്തരം വ്യക്തതയുള്ള വിവരങ്ങൾക്കായി. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്. ഇനി കാണാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ ചേരും.